ഇന്ന് നമുക്ക് മാവൊന്നും കയ്യിൽ പുരളാത്ത രീതിയിൽ എങ്ങനെ അട ഉണ്ടാക്കാൻ നോക്കാം. കുഴയ്ക്കൊന്നും വേണ്ട അത്. അങ്ങനെ നമുക്ക് എങ്ങനെ അട ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. കുറച്ച് ശർക്കര എടുത്ത് ഉരുക്കുക. ഞാൻ കുറച്ച് മാവ് എടുക്കുന്നുള്ളൂ, അതിനുള്ള ശർക്കര എടുത്താൽ മതി. കുറച്ച് എടുത്ത് ഉരുക്കിയിട്ട് അത് അരിച്ചെടുത്തിട്ടൊരു പാനിൽ കുറച്ച് അവില്, നാളികേരം, കുറച്ച് ഏലക്കായപ്പൊടി വേണം. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അതും കൂടിയിട്ട് നല്ലോണം കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്ന ആക്കിയെടുക്കണത്. വെള്ളമൊക്കെ വറ്റി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലോണം വറ്റി ഡ്രൈ ആയിട്ട് വെള്ളം ഇരുന്നാലേ അടയിൽ വയ്ക്കുമ്പോൾ അത് ഒലിച്ചു പോരും പുറത്തേക്ക്. അതാണ് വെള്ളം പാടില്ല അവിടെയാണ്. പിന്നീട് നമുക്ക് കുറച്ച് മാവ് എടുത്ത് ഒരു 1.5 കപ്പ് മാവ് ഞാൻ ഇട്ടിരിക്കുന്നത്. ജീരകം, ഉപ്പ് ഒക്കെ കൂടിയിട്ട് ഇളക്കണം. പിന്നെ അതിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിനെ ദോശമാവ് പരുവത്തിലാക്കുക. ദോശയല്ല, ഇഡ്ഡലി മാവിൻ്റെ പരുവ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക, ഇലയിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇല വാട്ടുക, ടീസ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ആ ടീസ്പൂൺ വെച്ചിട്ട് തന്നെ നൈസായിട്ട് അതിനെ പരത്തിയെടുക്കാൻ കണ്ടു. ഇതേപോലെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ഇതാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാക്കി ഇനി നമുക്കെല്ലാം പരത്തിയെടുക്കാം. അതേപോലെ പരത്തി അതിൽ നമ്മൾ വിളയിച്ച് വെച്ചിട്ടുള്ള നാളികേരക്കൂട്ടൊക്കെ ഇട്ടു. ഇനി ഇതേപോലെ മടക്കുക. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കണമെങ്കിൽ അഥവാ വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് ഒലിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് പോലെ മടക്കിയെടുക്കുന്നുണ്ട്. ആവി കയറ്റി വേവിച്ചെടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും. ഇഷ്ടമായ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.